നോക്കിയിರೋ കേട്ടോ. ഓക്കെ, താങ്ക് യു താങ്ക് യു. വളരെ സന്തോഷമുണ്ട്. എന്താ ഒരു സ്പോർട്സ് താരം എന്താ പറയുക, അവസാന ടൂർണമെന്റ് കളിക്കാൻ പോകുന്നു. ടൂർണമെന്റ് നന്നായി കളിച്ചു, അതും ഒളിമ്പിക്സ് പോലൊരു വേദിയിൽ ഒരു മെഡലുമായിട്ട് തിരിച്ചു വരുന്നു. എന്താ പറയുന്നത്, ഇതുപോലെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണം ഇതിൽ കൂടുതൽ എന്താ പറയുക ഒരു സ്പോർട്സ് താരം എന്ന നിലയിൽ ഒന്നും ആഗ്രഹിക്കാനില്ല. സത്യമാണത്. വളരെയധികം സന്തോഷമുണ്ട്, വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഇത് ചെറുപ്പക്കാർക്കുള്ള അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഒരു ഇൻസ്പിറേഷനാണ്. കാരണം നാളത്തെ തലമുറ സ്പോർട്സ് എന്തിനെടുക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലുള്ള ആദരവുകളാണ് അവർക്ക് ഓർമ്മ വരേണ്ടത്. കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ ഉഷേച്ചിനെ കാണുന്നതും അത് കണ്ടിട്ടാണ് അല്ലേ. എപ്പോഴും ഉഷേച്ചിനെ ഫോട്ടോ കാണുമ്പോൾ കഴുത്ത് നിറച്ചും മെഡലും അതിനേക്കാളും കൂടുതൽ പൂക്കളുമായിട്ടാണ് ഉഷേച്ചിയെല്ലാം വന്നിറങ്ങുന്നത്. അപ്പം അതാണ് എല്ലാവരും സ്വപ്നം കാണുന്നത്. ഒളിമ്പിക്സിന് പോകണം, ഒളിമ്പിക്സിൽ ജയിക്കണം, ഏഷ്യൻ ഗെയിംസിന് പോകണം, ഏഷ്യൻ ഗെയിംസിന് മെഡൽ വാങ്ങണം. ആ സ്വപ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനോഹരത കൂടുന്നത് ഇതുപോലുള്ള സ്വീകരണങ്ങൾ കിട്ടുമ്പോഴാണ് അല്ലേ. കാരണം വെച്ചാൽ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്നു, അവിടെ പോയി മെഡൽ ജയിക്കുന്നു. അത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ നാടിന് വേണ്ടിയിട്ടാണ്, ഈ നാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു സന്തോഷത്തിൽ അവരോട് ചേരുമ്പോൾ, അവരെല്ലാവരോടെ ചേർന്ന് ഇതുപോലുള്ളൊരു സ്വീകരണം ഒരുക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു കേക്കിന് മേളൊരു എന്താ പറയുന്നത്, ചെറിയ കേക്ക് എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. ഇതിന് മധുരം ഇരട്ടിയാണ്. ഇനി കുറച്ചു ദിവസം വീട്ടിൽ പോയിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. ഒത്തിരി ടെൻഷനുണ്ട്, ഒത്തിരി പ്രഷറുണ്ട്. അവിടെ കളിക്കുക, ജയിക്കുക. കാരണം വെച്ചാൽ ഓരോ മാച്ചുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞു ഇന്ത്യൻ ടീമിൽ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോഴും അതൊരു പ്രശ്നമാണ്, അറിയാലോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, കളിക്കണം എന്ന് പറയണം, അല്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താകൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. റിട്ടയർമെന്റ് ജീവിതം എങ്ങനെയാണെന്ന് ഇനി കുറച്ച് നാളത്തേക്ക് എൻജോയ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒന്ന് വീട്ടിൽ പോയിട്ട് ആ ഒരു ഫീഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് മെന്റലി പ്രിപ്പയർ ആവണം. അതെ, കാരണം ഒരു പ്ലെയർ ആയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു കോച്ചായി കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്ലെയറിൽ നിന്നൊരു കോച്ചിലേക്കുള്ളൊരു മാറ്റം അത് അനിവാര്യമാണ്. അതിന് കുറച്ചായിട്ടുള്ള മെന്റലി പ്രിപ്പറേഷൻ വേണം. അപ്പൊ ഈ അടുത്തൊരു 3 മാസം അല്ലെങ്കിൽ 2 മാസവും അതിനു വേണ്ടിയിട്ടായിരിക്കും ചെലവാക്കുന്നത്. അയ്യോ, അതിനേക്കാളും വലിയൊരു ആദരവ് കിട്ടാറുണ്ട്. കാരണം ഞാൻ കേട്ടു വളർന്നതെല്ലാം ക്രിക്കറ്റിലെ ദൈവം എന്നുള്ളൊരു വാക്ക്, സച്ചിൻ എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടാണ്. അപ്പം ആ ഒരു പദവിയിൽ അല്ലെങ്കിൽ അതുപോലെ ഒരു രീതിയിലേക്ക് ഹോക്കിയിലെ അല്ലെങ്കിൽ ഹോക്കി ഇന്ത്യ എന്നെ ഉയർത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം മാത്രമാണ്. അത് ഇനിയും മനസ്സിലായി അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. See, 19 വർഷം എന്നുള്ളത് ഞാനിങ്ങനെ കണക്ക് കൂട്ടില്ല. ഇന്നെങ്ങനെ കഴിച്ചുകൂട്ടാം അല്ലെങ്കിൽ നാളെ എങ്ങനെ ജയിക്കാമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം ഉറപ്പായിട്ടും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം പ്രഷർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 365 ദിവസം കളിക്കുന്ന ഗെയിം ഒന്നാണ്. നമ്മൾ ഏത് ടൂർണമെന്റ് പോകുമ്പോഴും കളിക്കുന്നത് സെയിം ഹോക്കിയാണ്. പക്ഷേ ഒളിമ്പിക്സോ വേൾഡ് കപ്പോ ഏഷ്യൻ ഗെയിംസോ വരുമ്പോൾ മാത്രം അതിന്റെ കൂടുതൽ ഒരു പ്രഷർ വരുന്നുണ്ട്. ആ പ്രഷർ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് നമ്മുടെ പല കുട്ടികൾക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒത്തിരി മേളിലേക്ക് പോകുമ്പോൾ നമ്മൾ പരാജയപ്പെടാനുള്ള ഒരു കാരണം. അപ്പോൾ ഉറപ്പായിട്ടും അവർക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ്. പിന്നെ രണ്ടാമതുള്ളത് ബേസിക്സ്. നമ്മൾ ബേസിക്സ് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് മാച്ച് ജയിക്കാൻ പറ്റും. ഇതാണല്ലോ ജനറേഷന്, യങ് ജനറേഷനെ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യങ്ങൾ. ഒരു ഹോക്കി പ്ലെയറിന് ഇതുപോലൊരു ആദരവ് കിട്ടുക എന്നുള്ളത് അതാണ് മറ്റുള്ളവരെ ഹോക്കി എടുക്കാനും അല്ലെങ്കിൽ ഹോക്കിയിലേക്ക് കൊണ്ടുവരിക്കാനും സഹായിക്കുന്ന ഒരു ഘടകം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടം മൊത്തം സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ എന്താ പറയുന്നത് അഡ്വാൻസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളെല്ലാം ഞാൻ പണ്ട് എന്താ പറയുന്നത് ചെയ്തിരുന്നു എന്ന് പറയുന്നതിനേക്കാളും ഇന്ന് എനിക്ക് എന്തുണ്ട് എന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഒരു മെഡൽ കൊണ്ട് വരിക എന്നുള്ളതാണ് അവരെ ഇൻസ്പയർ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം. അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീം അതെ ഗോൾഡ് മേടിക്കുക. അല്ല, ശരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യമൊക്കെ ഹോക്കി കളിക്കാൻ പോകുമ്പോൾ ഹോക്കി കേരളത്തിന്റെ ഒരു ഗെയിം അല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ കേരളത്തിലേക്ക് വന്നിട്ടുള്ള 3 ഒളിമ്പിക്സ് മെഡലും ഹോക്കിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ബേസിക് സൗകര്യങ്ങൾ നമുക്ക് എന്തായാലും കേരളത്തിൽ വേണം. അപ്പം ചീഫ് മിനിസ്റ്ററിനെ കാണുമ്പോഴും അല്ലെങ്കിൽ സ്പോർട്സ് മിനിസ്റ്ററിനെ കാണുമ്പോഴും എന്റെ ആദ്യത്തെ റിക്വസ്റ്റ് തന്നെയായിരിക്കും നമുക്ക് കേരളത്തിൽ പറ്റുമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു ഹോക്കി ടർഫെങ്കിലും വേണം.
അത് പറ്റിയില്ലെങ്കിൽ 2 ഡിസ്ട്രിക്റ്റിന് വെച്ചെങ്കിലും ഒരു ആസ്ട്രോ ടർഫ് പണിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ ഒരിക്കലും കുട്ടികൾ മുകളിലേക്ക് പൊങ്ങി വരികയില്ല. അപ്പം അതിനുള്ള ബേസിക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനിയും വരുന്ന തലമുറയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ശ്രീജേഷ് പറഞ്ഞതുകൂടെ ഞങ്ങളും മുഖ്യമന്ത്രിയുടെ അടുത്തും സ്പോർട്സ് മന്ത്രിയുടെ അടുത്തും അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹം ഞങ്ങളൊക്കെ അത് മുഖ്യമന്ത്രിയെ ശ്രദ്ധപ്പെടുത്തും. കാരണം അത് ആവശ്യമാണ്. കാരണം നമുക്ക് ഒരു പ്ലെയർ നമുക്ക് കിട്ടിയേക്കരുത് ഒളിമ്പിക്സ്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ഇടണം അല്ലേ? അത് നമ്മുടെ ശ്രീജേഷ് ഉറപ്പായിട്ടും താങ്ക് യു.